ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഇന്ന് ചേട്ടൻ ഓഫീസിൽ പോകേണ്ട, വർക്ക് ഫ്രം ഹോം ആണ്. അപ്പോൾ രാവിലെ ഒരുപാട് നേരത്തെ എണീക്കുകയൊന്നും വേണ്ട, കുറച്ച് ലേറ്റായിട്ട് എണീറ്റാൽ മതിയായിരുന്നു. അപ്പോൾ ഞാനൊരു 8:30 ഒക്കെ ആയപ്പോൾ എണീറ്റു, ഫ്രഷായി. എന്നിട്ട് ഇതാണ്ട് നമ്മൾ ഹോളിലോട്ട് വന്ന് നമ്മുടെ മെയിൻ ബാൽക്കണി ഡോറൊക്കെ തുറന്നിട്ടു. അപ്പോൾ അവിടുത്തെ ചുമ്മാ വന്ന് ഞാൻ എണീറ്റ ഉടനെ നമ്മുടെ ഗാർഡനിലൊക്കെ ഒന്ന് പോയി നോക്കും. അതിനുശേഷം നമ്മുടെ സാമ്പ്രാണിത്തിരി കത്തിച്ച് വയ്ക്കാറുമാണ് പതിവ്. അപ്പോൾ ഇവിടെ വിളക്ക് കത്തിക്കാറല്ല, ഞാൻ ഇന്നും രാവിലെ എണീറ്റ് ഫ്രഷപ്പായിട്ട് നമ്മൾ സാമ്പ്രാണിത്തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കും. പിന്നെ കുറച്ച് നമ്മൾ ഭസ്മം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് കുങ്കുമൊക്കെ ഇട്ട് കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു മോർണിംഗ്സ് ആയിരിക്കും എനിക്ക് മിക്കപ്പോഴും. ഇപ്പോഴും നല്ല ഡെയിലി എൻ്റെ ഒരു റുട്ടീൻ ഇങ്ങനെ തന്നെയാണ്. ഭയങ്കര സ്ലോ ആയിട്ട് റിലാക്സ്ഡ് ആയിട്ടുള്ള മോർണിംഗ്സ് ആയിരിക്കും. അതിനുശേഷം പിന്നെ കിച്ചണിലേക്ക് വന്ന് കിച്ചണിലെ ജനലൊക്കെ തുറന്നിട്ട് ലൈറ്റൊക്കെ ഇട്ട് നമ്മുടെ ഫസ്റ്റ് തന്നെ ഞാൻ മാക്സിമം ചെയ്തതെന്ന് പറഞ്ഞാൽ ചേട്ടൻ വീട്ടിലുള്ള ദിവസങ്ങളിലാണെങ്കിൽ ലഞ്ച് ആദ്യമേ പ്രിപ്പയർ ചെയ്ത് വെക്കും. എന്നിട്ടാണ് ചേട്ടൻ എണീക്കുന്ന സമയമാകുമ്പോഴത്തേക്കും, കാര്യം പുള്ളിക്കാരൻ എണീക്കാൻ കുറച്ച് ലേറ്റാവും. അപ്പോൾ എണീക്കുന്ന ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി വെക്കാറാണ്. അപ്പോൾ ചൂടോടെ കഴിക്കാമല്ലോ. അങ്ങനെ ലഞ്ചിന് അരിയൊക്കെ നമ്മൾ കുക്കറിലോട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇന്നലെ രാത്രി ഞാൻ കപ്പയൊക്കെ ക്ലീൻ ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പെട്ടെന്നൊന്ന് അരിഞ്ഞെടുക്കുകയാണ്. കാര്യം അതും കൂടെ അങ്ങ് കുക്കറിലൊക്കെ വേവിക്കാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ബാക്കിയുള്ള പണികളൊക്കെ രാവിലെ തന്നെ പെട്ടെന്ന് ഈസി ആയിട്ട് കഴിയും. പിന്നെ മീൻകറി ഞാൻ എപ്പോഴും ഇന്നത്തെ യൂസിനാണെങ്കിൽ ഞാൻ തലേന്നേ വെച്ച് വെക്കുക, എന്നാലേ അത് ഇരുന്ന് കുറുകി അതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ്ലി ഇറങ്ങത്തുള്ളൂ. അപ്പോൾ ഞാൻ അതുകൊണ്ട് എപ്പോഴും അന്നുള്ള യൂസിന് ഞാൻ തലേന്നാണ് മീൻകറി വെച്ച് വെക്കാറ്. അപ്പം ഫിഷ് കറി ഓൾറെഡി ഇരിപ്പുണ്ട്, ഇന്നലെ വെച്ചത്. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് പെട്ടെന്ന് തന്നെ നമ്മുടെ കപ്പയെല്ലാം അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ കപ്പ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടായതുകൊണ്ട് ഞാനത് എളുപ്പത്തിനുണ്ട്. കാര്യം ഓഫീസിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എനിക്ക് രാവിലെ എൻ്റെ കുക്കിങ്ങൊക്കെ കുറച്ച് ഈസി ആയിട്ട് കഴിയുമല്ലോ. അപ്പോൾ ഞാൻ ഇന്നത്തേക്കും ഉള്ളത് എടുത്ത് മാറ്റി വെച്ചിട്ട് നാളത്തേക്കുള്ള കുറച്ച് ബാക്കി വന്ന കപ്പ കുറച്ചെടുത്ത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം അതും കൂടെ അങ്ങ് പെട്ടെന്ന് അങ്ങ് കുക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണ്. പിന്നെ ബാക്കി നമ്മുടെ ഡെയിലി ഉള്ള മോരുകറി, തോരൻ, അതിനുള്ള പരിപാടിയിലൊക്കെ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ആ ടൈമിൽ ഞാൻ ഇങ്ങനെ ഓരോന്നിങ്ങനെ പെട്ടെന്ന് സ്പീഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ക്യാരറ്റും ബീൻസും കൂടെ ഇട്ടൊരു തോരൻ വെക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ടൈം ആയപ്പോഴത്തേക്ക് നമ്മുടെ റൈസൊക്കെ കുക്കായി പെട്ടെന്ന് തന്നെ റൈസൊക്കെ അപ്പോൾ ഊറ്റാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം പെട്ടെന്ന് തന്നെ തോരന് ആക്കുകയാണ്. തോരന് അതിൻ്റെ അതേ ടൈമിൽ തന്നെ ഞാൻ നമ്മുടെ കപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ അരച്ച് വയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ മോര് കറിക്കും കൂടെ ഉള്ളതെല്ലാം അരച്ച് വെച്ചു. നമ്മുടെ ഉച്ചത്തേക്കുള്ള ലഞ്ചെല്ലാം ഞാൻ പ്രിപ്പയർ ചെയ്ത് മാറ്റി അത് സെർവിങ് ഡിഷസിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി, അപ്പോഴത്തേക്കും ചേട്ടൻ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ചേട്ടന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് വേണം ചേട്ടന് വർക്കിന് കയറാൻ. അന്നേരം ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടിയിട്ടുള്ളതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. രാവിലെ ഒരു മസാല ബ്രെഡും മിൽക്കും ആണ്. അപ്പോൾ പെട്ടെന്ന് മിൽക്കൊക്കെ കാച്ചി കൊക്കോയ്ക്കുള്ള ചപ്പാത്തിയും കുക്ക് ചെയ്ത് ബ്രെഡും എല്ലാം റെഡിയാക്കി പെട്ടെന്ന് തന്നെ ഞങ്ങൾ 3 പേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിനുശേഷം പിന്നെ കുറച്ച് ജോലികളെന്ന് പറഞ്ഞാൽ ഉണങ്ങാൻ ഇട്ടിരുന്ന തുണികളൊക്കെ എടുക്കാനുണ്ട്. ഞങ്ങളിവിടെ ബാൽക്കണിയിലാണ് തുണിയൊക്കെ ഉണങ്ങാൻ ഇടുന്നത്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റിയിട്ട് അതൊക്കെ മടക്കി തന്നെ വെക്കുന്നുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് ഗാർഡനിങ് പരിപാടികളാണ്. അപ്പോൾ എനിക്ക് രാവിലെ ഉള്ള ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഭയങ്കര റിലാക്സേഷൻ ആയതുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആണ് ടോട്ടലി. അപ്പോൾ ആ ടൈമിലാണ് ഞാൻ നമ്മുടെ ഗാർഡനിങ്ങിലോട്ടുള്ള ഗാർഡൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ചെടികളൊന്നുമില്ല, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ്സ് ആയിട്ടുള്ള കുറച്ചൊരു 5-6 ചെടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് വെള്ളം ഒഴിക്കാനായിട്ട് നമ്മുടെ വാട്ടർ ക്യാനുമായിട്ട് പോകുന്നതാണ്. അത് സ്ഥിരം റുട്ടീനാണ് കേട്ടോ. നമ്മൾ വെള്ളം ഒഴിക്കാൻ പോകുന്നതിന് മുമ്പ് ആദ്യമേ ആ ക്യാൻ എടുത്ത് കൊക്കോയ്ക്ക് ഒന്ന് മണപ്പിക്കാനൊക്കെ കൊടുത്തത്, എൻ്റെ കൊക്കോ കുഞ്ഞിന് വെള്ളം ഒഴിച്ച് വളർത്തട്ടെ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ അവനെ ഒന്ന് വാമപ്പ് ചെയ്തെടുക്കുന്നതാണ് അങ്ങനെ. അതിനുശേഷം ഞാൻ എൻ്റെ പ്ലാന്റ്സിനെല്ലാം നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ലില്ലി പോണ്ടും ഉണ്ട്. അപ്പോൾ അതിനും കൂടെ ഞാൻ ഡെയിലി വെള്ളം ഒഴിക്കത്തില്ല, പക്ഷേ വെള്ളം കുറയുന്നതനുസരിച്ച് ഞാൻ റീഫിൽ ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും എനിക്കൊരു ബോഡി ഗാർഡ് കാണും എപ്പോഴും. അപ്പോൾ അതാണ്ടേ ഇങ്ങനെ വന്ന് നിൽക്കും എപ്പോഴും. ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും അവൻ്റെ 2 കണ്ണ് എൻ്റെ അടുത്തായിരിക്കും. എപ്പോഴും ഇങ്ങനെ നോക്കും. ഇപ്പോൾ വീഡിയോ എടുക്കുന്ന കാണുമ്പോഴത്തേക്കും അങ്ങ് പോകും ആൾ. ഭയങ്കര അടവ് പിടിച്ചവനാണ് അവൻ. എന്നിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ചെടികളൊക്കെ ഒന്ന് നോക്കി, പൂക്കളൊക്കെ ഒന്ന് നോക്കി, എല്ലാം നന്നായിട്ടൊക്കെ വളരുന്നുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ. ഞാനൊരു മന്ത്ലി അല്ലെങ്കിൽ ഒരു 2 months കൂടുമ്പോൾ നമ്മുടെ കൗഡങ്ങ് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് നല്ല കിളിക്കുന്നതെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നീടുള്ള കുറച്ച് ടൈം എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ടൈമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞു, ചേട്ടൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി, കൊക്കോയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്
പിന്നെയുള്ള ടൈം എന്ന് പറഞ്ഞാൽ മീ ടൈമാണ്. അപ്പം ഞാൻ ആ ടൈമിൽ എനിക്ക് വേണ്ടി ചിലപ്പോൾ ഞാൻ ടി വി എന്തെങ്കിലും സീരീസ് കാണും, ചിലപ്പോൾ നെയിൽ ആർട്ട് ചെയ്യും, ചിലപ്പോൾ എന്തെങ്കിലും വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യും, എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യും. ആ ടൈമാണ് എൻ്റെ മെയിനായിട്ടുള്ള എൻ്റെ കുറച്ച് റിലാക്സേഷൻ ഞാൻ എനിക്ക് വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൈമാണ്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ട് റിലാക്സ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് എഡിറ്റിംഗ് പരിപാടിയിലോട്ട് കിടക്കാമെന്നൊക്കെ എന്ന് കരുതിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഫുഡിൽ നമ്മൾ ലഞ്ചൊക്കെ കഴിക്കാനിരുന്നു. ലഞ്ചൊക്കെ കഴിഞ്ഞ് ഒരു വൈകുന്നേരങ്ങളിലായപ്പം കുറച്ച് നേരം കിടന്നു, കുറച്ച് നേരം ചേട്ടനുമായിട്ട് സംസാരിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് രണ്ടിനും എന്താണെന്ന് അറിയത്തില്ല ഒരേ ഇഷ്ടങ്ങളാണ്. മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് പറയുന്ന കണക്ക് ഞങ്ങൾ രണ്ടുപേരും കോഫി ടീ അതൊന്നും ഡെയിലി കണ്ടിന്യൂസ്ലി കുടിക്കാറില്ല. ഞാനും ചേട്ടനും ടീ അധികം കുടിക്കാറില്ല. എന്നാലും ഒക്കേഷണലി ചില ദിവസങ്ങളിലൊക്കെ കോഫി വേണം, അല്ലെങ്കിൽ നല്ല മൂഡൊക്കെ ഉള്ള നല്ല ക്ലൈമറ്റൊക്കെ ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ കോഫി വേണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ രണ്ടും കൂടെ കുറച്ച് നേരം വെള്ളമൊക്കെ കുടിച്ച് അവിടെ മരങ്ങളൊക്കെ കണ്ട് അമ്പലത്തിൻ്റെ അവിടെ പാട്ടൊക്കെ കേട്ട് അവിടെ ഇരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങളും കൊക്കോയും മാത്രമുള്ളൊരു ലോകമാണ്. അവനെ കുറച്ച് നേരം കളിക്കാനും ഓടാനും ചാടാനും അവൻ്റെ കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് അവൻ്റെ ഒരു പ്ലേ ടൈമാണ്. അപ്പം ഞങ്ങൾ അവനെ ടെറസിൽ കൊണ്ടുവന്ന് ഞങ്ങൾ 3 പേരും കൂടെ കുറേ നേരം അവൻ്റെ കൂടെ ഓടിക്കളിച്ച് അപ്പം നേരം വൈകി വരുന്നതേ ഉള്ളൂ. പിന്നെ കുറേ നേരം ഞങ്ങൾ 3 പേരും കൂടെ അവിടെ ഓടിച്ചാടി അവനുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് പിന്നെ ഇതണക്ക് കിളികളൊക്കെ പറന്ന് വന്നൊക്കെ നോക്കി നമ്മുടെ ചുറ്റുപാടും ഒക്കെ ചെടികളും മരങ്ങളും ഒക്കെ ഒന്ന് നോക്കി ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ആസ്വദിച്ച് ഞങ്ങളുടെ ഫാമിലി ടൈമിൽ ഞങ്ങൾ അവിടെ നിൽക്കും. ഇവിടെ നമ്മൾ വൈകുന്നേരങ്ങളിൽ ടെറസിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ നല്ല നമുക്കൊരു സൺസെറ്റിൻ്റെ വ്യൂ കിട്ടും, നല്ല ഭംഗിയാണ് അത് കാണാൻ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടിനും ഇത് കാണാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞങ്ങളിങ്ങനെ വീട്ടിലുള്ള ടൈമിലൊക്കെ ഇതണക്ക് വൈകിട്ട് ഇങ്ങനെ മേളിൽ കയറി കുറച്ച് നേരം അതിൻ്റെ ഇതൊക്കെ കണ്ട് ആ ഭംഗിയൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് നേരം റീൽസൊക്കെ കണ്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കും, അങ്ങനെ നിൽക്കും. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ വീഡിയോ എടുക്കാം, ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു സെൽഫി എടുക്കാമെന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. എന്തോ അവിടെ ഞാൻ കാണുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. അമ്മയും അച്ഛനും കൂടെ വീഡിയോ എടുക്കുന്നൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ താഴെ ഇറങ്ങി വന്നു, കുറച്ച് നേരം അച്ഛനും അമ്മയൊക്കെ ആയിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞ് വന്നു. അവനാണെങ്കിൽ അവൻ്റെ ടോയ് എടുത്തിട്ട് വന്നിട്ട് ഇവിടെ കളഞ്ഞിട്ട് പകുതിക്ക് വെച്ച് വഴിയിലിട്ടിട്ട് കയറി പോയിരുന്നു. പിന്നെ അവന് ഞാനത് കൊണ്ട് കൊടുക്കുകയും പിന്നെ കുറേ നേരം നമ്മുടെ ഫാമിലി ടൈമാണ്. അച്ഛനും അമ്മയും കൊക്കോ, ചേട്ടൻ, അനിയൻ, അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് കളിയും ചിരിയും ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് അമ്മ പ്രാർത്ഥിച്ചിട്ട് അവനെ കൊണ്ടുവന്ന് ഒഴിഞ്ഞിടുകയാണ്. അങ്ങനെ കുറച്ച് നേരം നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ ഓരോരോ കാര്യങ്ങൾ അന്ന് നടന്ന സംഭവങ്ങളും പൂച്ചയുടെ കാര്യങ്ങളും ഇവൻ്റെ കാര്യങ്ങളും ഒക്കെ സംസാരിച്ച് നമ്മൾ കുറച്ച് നേരം നിന്നപ്പോഴത്തേക്കും ചേട്ടൻ്റെ ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു വർക്കും കഴിഞ്ഞിട്ട്. അപ്പോൾ അവനും കൊക്കോയും തമ്മിലുള്ള ഒരു കുറച്ച് കോമഡി സീൻസൊക്കെയാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, ഞങ്ങൾ ബാക്കി വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇതിനൊക്കെ ഫാമിലി ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ 3 തിരിച്ച് വീട്ടിൽ വന്നു. അതിനുശേഷം പിന്നെ കുറേ നേരം പിന്നെ നമ്മുടെ ഡെയിലി റുട്ടീൻസ് കണക്ക് തന്നെ ഡിന്നറൊക്കെ കഴിഞ്ഞു, അവനെ ഉറക്കി. പിന്നെ ഞങ്ങളതായിട്ട് ഞാൻ എൻ്റെ എഡിറ്റിങ്ങിലും ചേട്ടൻ്റെ ഗെയിംസിലും ഒക്കെ ആയിട്ട് കുറച്ച് നേരം വീട്ടിലൊക്കെ വിളിച്ചു. അങ്ങനെയൊക്കെ ഞങ്ങൾ അന്നത്തെ ഒരു ദിവസം എൻജോയ് ചെയ്തു. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഒരു ദിവസം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്